ഹലോ മോളെ. എന്താ അമ്മ വരാതിരുന്ന പരിപാടിക്ക്? അമ്മാവന് വരാൻ പറ്റിയില്ലടി. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ചേട്ടൻ ചോദിച്ചു എന്താ അമ്മാവൻ വരാത്തേന്നൊക്കെ. അമ്മാവന് വേറൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നടി മോളെ, അതുകൊണ്ടാണ് എത്താൻ പറ്റാതെ. എന്താ അമ്മാവ? അങ്ങനെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായി? ആ പരിപാടിയൊക്കെ നന്നായിട്ട് പോയി അമ്മാവ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ മോളെ, അമ്മാവനൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ അമ്മാവ? നിങ്ങൾ ഈ വീട് മേടിക്കുമ്പോൾ അമ്മാവൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടായിരുന്നോ? അയ്യോ അമ്മാവ, അത് ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആ വീടിന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ. എന്തു കുഴപ്പം? നീ പേടിക്കൊന്നും വേണ്ട മോളെ. അവിടെ കുറച്ച് ദുർമരണങ്ങളൊക്കെ നടന്നിട്ടുള്ള വീടാണ്. ഒരാഴ്ച കൂടുതൽ ഒരാളും ഇവിടെ താമസിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ ഇത് വിറ്റ് പോകാതിരിക്കാൻ ആരെങ്കിലും പറയുന്നയാകും അമ്മാവ. അല്ല മോളെ, ഞാൻ ഇതിനെപ്പറ്റി ശരിക്കും അന്വേഷിച്ചിട്ടാണ് പറയണത്. ഒന്നുമില്ലാണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ഇത് പറയുന്നുണ്ടോ? നിങ്ങളാണെങ്കിൽ വീട് മേടിക്കുകയും ചെയ്തു, അവനിതിലൊന്നും വിശ്വാസമില്ല താൻ. ഞാൻ എന്ത് ചെയ്യും? ഞാനിത് അറിഞ്ഞും പോയി മോളെ. ഇതിന് പരിഹാരം ചെയ്യാനൊരാളുണ്ട്. അയാളെയും കൂട്ടിയിട്ട് വരാം ഒരു ദിവസം. വേറെ പേടിക്കാനൊന്നുമില്ല. അത് അമ്മാവ ഇവിടെ ഇവിടെ അങ്ങനെയൊന്നും. മോളെ, ഞാൻ പേടിക്കില്ല നീ. ഞാൻ പറയണ കേക്ക്. അവനൊന്നും അറിയണ്ടേ ഇപ്പോൾ തൽക്കാലം. അവൻ ഒന്നാമതിനകത്തൊന്നും വിശ്വാസമില്ലാത്ത ആളാണ്. ഞാൻ പറ്റിയ ഒരാളെയും കൂട്ടിയിട്ട് വരാം. മോള് പേടിക്കണ്ട. ബാക്കി അമ്മാവൻ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുക. മക്കൾ പേടിക്കണ്ട കേട്ടോ. ശരി മോളെ എന്നാ. എന്തുവാ ചേട്ടാ? ഒരു തമാശ കാണിക്കാൻ പാടില്ലേ? എന്തൊരു പേടിയാണ് പെണ്ണിന്. പേടിച്ച് പോയി. നമ്മുടെ വീട്ടിലല്ലേ നിക്കണേ. അതൊക്കെ പോട്ടെ. ഇന്ന് നമ്മുടെ സ്ഥിരകാല സ്വപ്നം പൂവണിഞ്ഞ് ഇവിടെ പൂത്തൊഴിഞ്ഞ് നിൽക്കുന്ന ദിവസമാണ്. ചിരിക്കി. നീ ഇങ്ങനെ എന്താ ഒറ്റയ്ക്ക് മാറി നിക്കണേ? താഴെ എത്ര പേര് കാത്തിക്കണെന്ന് അറിയാമോ? അമ്മാവൻ വിളിച്ചായിരുന്നു. ഈ വീട്ടിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് ചേട്ടന് അറിയാം? എന്ത് പ്രശ്നം വീട്ടില്? ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഇവിടെ എന്തോ ദുർമരണങ്ങൾ സംഭവിച്ച വീടാണ്. തുടങ്ങി. നീയും ഉണ്ട്, നിന്റെ ഒരു അമ്മാവനും ഉണ്ട്. അറിയാം ചേട്ടന് ഇതിൽ വിശ്വാസം ഇല്ലാന്ന് അമ്മാവൻ പറഞ്ഞു. പക്ഷെ അമ്മാവൻ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയാറില്ലല്ലോ ചേട്ടാ. വിശ്വാസം ഇല്ല. അറിയാലോ, അമ്മാവന് മോക്കറിയാലോ എനിക്ക് വിശ്വാസം ഇല്ലാന്ന്. ദേ നിർത്തിക്കോ. നിനക്ക് നിന്റെ അമ്മാവനും ഇമാതിരി കാര്യങ്ങളൊക്കെ വിശ്വാസം ഉണ്ടാവും. പക്ഷെ എനിക്കതില്ല. എൻ്റെ വിശ്വാസങ്ങൾ തിരുത്താനും വരണ്ടാരും. കഷ്ടപ്പെട്ട് ഇത്ര നാൾ ആറ്റുനോറ്റിരുന്ന ഒരു വീട് മേടിച്ചിട്ട് അതിനകത്ത് ദുർമരണം ഉണ്ടാവും. ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും. അതിനെന്താ കുഴപ്പം? അങ്ങനത്തെ ഒരു സംഭവമില്ല കേട്ടോ. മനസ്സിൽ വെച്ചോണ്ടിരിക്കാണ്ട് കളഞ്ഞിട്ട് താഴെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കണേ. എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കണം? അവളുടെ അമ്മ. നമ്മൾ വീട് മേടിച്ചാലും എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആണോ? വരാൻ പറ, കൂടാ. ഡോ, ഇങ്ങനെ നിന്നാൽ മതിയാ? സമയം എത്രയെന്നറിയോ? 11 മണി. കിടക്കണ്ടേ? എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് ചേട്ടാ. ഒരു പ്രസൻറ്റേഷൻ വെക്കാനുണ്ട്. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണേ. അപ്പം അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പോയി ചെയ്തിട്ട് പെട്ടെന്ന് വരാം. എന്നാ ഞാൻ കിടക്കാം. നേരത്തെ വന്നേ. ഓക്കെ, ശരി. ഹലോ ആടി. നാളത്തെ സബ്മിറ്റ് ചെയ്യാനുള്ളതല്ലേ, ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇപ്പം തീരും.
ആ പിന്നെ ഞാൻ നാളെ ലീവാണ് കേട്ടാ. ഡിഗ്രിയിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗെദർ. ഇല്ല, മാമിനോട് പറഞ്ഞിട്ടില്ല. നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളത് അയക്കണം, എന്നിട്ട് മാമിനോട് മെയിൽ അയക്കാമെന്ന് വെച്ചു. ഓക്കെ എന്നാ, ടൈം ഒരുപാട്, നീ കിടന്നു. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്. നീ ഇവിടെ വന്നിരിക്കണാണോ? ആ, ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ കണ്ടിരുന്നു. നമുക്കെന്നേ പുറത്തു പോയി ഡിന്നർ കഴിച്ചാലോ? വിഷ്ണു പൂജയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാം. അവൻ കുളിച്ചിട്ടൊന്നുമില്ല. അത് കുഴപ്പമില്ല, ഒരു 8:30 മുമ്പൊക്കെ ഇറങ്ങിയാൽ മതി. ഇപ്പം എത്ര മണി? 7 മണി. ആ, സമയമുണ്ട്. കുളിച്ചിട്ടേക്കാം. ഓക്കെ, ഞാനെന്നാ അവരൊന്ന് വിളിക്കട്ടെ, എത്ര മണിക്ക് ഇറങ്ങണമെന്ന് ചോദിക്കാം. നീ ഒന്ന് കുളിക്കാം അപ്പോഴേക്കും. ശരി.
എന്താടി? സ്വപ്നം കണ്ടത്. ഓ, എനിക്ക് ഇതൊക്കെ ആലോചിച്ച് കിടന്നിട്ടാ സ്വപ്നമൊക്കെ കാണുന്നത്. സമയം എത്ര? 5 മണിയായി. സ്വപ്നം കണ്ടായിരുന്നു, പിന്നെ അലാറം വെക്കേണ്ടി വന്നില്ല. ചേട്ടാ, ചേട്ടാ, എന്താടി ഇതെന്താ? ഇതൊക്കെ എന്താ താഴെ ഇട്ടാണ്? എന്താ പ്രശ്നം? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ? ഗ്ലാസ് വീട്ടിലെന്തോ പ്രശ്നമുണ്ട് മൊത്തത്തിൽ. എനിക്ക് പേടിയാവുന്നു. തുടങ്ങി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാൻ? ഇവിടെ ഒരു കുഴപ്പമില്ല. ശരിക്കും വീട്ടില് എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എന്താ പ്രശ്നം? പേടിയായിട്ടാ ഞാൻ പറയണ കേക്ക്. നിന്റെ മനസ്സിൽ പേടിയായിട്ടാ. റൂമില് ഞാൻ തുണി അലമാര വെച്ചപ്പോ കസേര, മേളില് മുടി എണ്ണ തേച്ചോണ്ടിരുന്നപ്പോ ബൈക്കില് ലൈറ്റ്, മോൻ കഴിയപ്പോ എന്തൊക്കെയോ ഉണ്ട് ചേട്ടെങ്കിൽ. എനിക്ക് പേടിയായിട്ട് വൈകി. ലാപ്പില് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ മൊത്തത്തിൽ എന്തൊക്കെയോ ഉണ്ട്. ശരിക്കും ഉണ്ട്. തമാശയല്ല, എന്റെ തോന്നലല്ല. ഉണ്ട്, എന്റെ തമാശയല്ല ചേട്ടന്റെ തോന്നലല്ല. തോന്നലല്ല, ഇതൊക്കെ ചെയ്തത് ഞാനാ. അന്ന് റൂമിൽ കയറിയപ്പോ കസേര അപ്പൊ ആരെ ബൈക്കിൽ നിന്നേ? ശരിക്കും നിന്നു. ഞാൻ നിഴല് കണ്ടതാ. നിഴല് കണ്ട് തിരിഞ്ഞപ്പോ കാണാനില്ല. വീണ്ടും ഞാൻ തിരിഞ്ഞ്, വീണ്ടും ഞാൻ ശ്രദ്ധിച്ച്, അനക്കവും കേട്ട് നിഴലും കണ്ട്. പക്ഷെ തിരിഞ്ഞപ്പോ ആളില്ല. ഇടി നിന്റെ മൈൻഡിന്റെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇങ്ങനൊരു സംഭവമില്ല. പക്ഷെ എന്തോ ശരിക്കും വീട്ടിലെന്തോ പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ നിന്റെ തോന്നലാന്നേ. നീ എന്തൊക്കെയാ പറയണേ? ഉണ്ട്, എന്റെ തോന്നലല്ല. ഒന്ന് പോയേടി മണ്ടി. ക്ലാസ്